നമ്മളെ നാട്ടിൽ മഴ പെയ്താൽ ഇങ്ങനെ പെയ്യും. അച്ഛമ്മക്ക് പാട്ടറിയില്ല നിന്റെ വിചാരപ്പോൾ പൂങ്കോഴി കൂയപ്പോൾ പുതുമണവാളനൊന്നുറങ്ങിയപ്പോൾ. വെരി ടേസ്റ്റി. ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ ഞാൻ മൂഞ്ചി ഇരിക്കുകയായിരുന്നു. ബിക്കോസ് രാവിലെ എണിച്ച് വന്നപാടെ ഞാൻ നല്ല അടിപൊളി കണിയായിരുന്നു കണ്ടത്. അങ്ങനെ സൺഡേ ആയിട്ട് ഞാൻ എൻ്റെ ഇളയച്ചൻ്റെ വീട്ടിലാണ് ഉള്ളത്. സോ സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് എവിടെയും ഞങ്ങൾ പോയില്ല. കാരണം നല്ല മഴയായിരുന്നു നാട്ടിൽ. അത്യാവശ്യം നല്ല കാറ്റും ഇടിയും എല്ലാം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം റെഡ് അലർട്ട് ആയിരുന്നു നമ്മളെ വയനാട് ജില്ലയിൽ. മഴയത്ത് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേറെ ഒന്നുമല്ല, ഈ സമയത്ത് ഈ മാങ്ങമരത്തിൽ കുറേ മാങ്ങകളുണ്ട്. സോ രാവിലെ ഞങ്ങൾ കണ്ണ് തുറക്കുന്നതിനെക്കാട്ടും മുന്നേ നമുക്കിവിടെ കുറേ മാങ്ങകൾ വീണെടുക്കുന്നതാണ്. സോ രാവിലെ തന്നെ കണ്ട് നമുക്ക് കുറേ മാങ്ങകൾ കിട്ടും. കാറ്റ് നല്ലോണം തോന്നുന്നുണ്ട്. ചിലത് ഇത് പഴുത്തിട്ടില്ല, പക്ഷെ ഇത് നല്ലോണം പഴുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, പിന്നെ നല്ല ടേസ്റ്റാണ്. രാവിലെ തന്നെ നല്ല ക്ലൈമറ്റ് ആണ്. ബെഡിൽ നിന്ന് എണിക്കാനൊന്നും തോന്നത്തില്ല. പക്ഷെ ഈവൻ ദോ എണിച്ചേ പറ്റൂ. ഇന്ന് എൻ്റെ വകയാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നുമല്ല, ഞാൻ വിചാരിച്ചു ചിത്രാന്ന ഉണ്ടാക്കുന്നു. ചിത്രാന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ലെമൺ റൈസ്. സോ അതിനുള്ള പച്ചക്കറികളും എല്ലാ സാധനങ്ങളൊക്കെ മുറിച്ച് വെച്ചു. സോ പാത്രം ചൂടായി അതിലോട്ട് ഞാൻ ഒരു സ്പൂണല്ല ഒരു 4-5 സ്പൂണ് വെളിച്ചെണ്ണ വെച്ചു. ബിക്കോസ് ഈ മസാല ഉണ്ടാക്കാൻ നമുക്ക് അത്യാവശ്യം നല്ല എണ്ണ വേണം. അതുകൊണ്ട് ഞാൻ 4-5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതിലേക്ക് കടുകിട്ടു. മണം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ നോക്കണം, ചെയ്യരുത്. അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് കടലക്കട്ടെ കടല. അപ്പൊ നമ്മൾ പച്ചമുളക് ഇടാൻ പോകുന്നു. ദീപാവലി അതാണ് വാങ്ങി കൂട്ടാനുള്ളത്. ഈ പച്ചമുളക് എരിവുണ്ടോന്നും അറിയില്ല. നമുക്ക് എരിഞ്ഞിട്ട് തിന്നാനും കിട്ടില്ല. ഇത് എരിവില്ല. ഇതിന് 2 കഷ്ണൊക്കെ കൂടി. ഞങ്ങൾ കറിവേപ്പില ഇട്ടു. ഉപ്പിടാൻ പോകുന്നു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി ബാക്കി ഇടാനുള്ള സംഭവം വേറെ ഒന്നുമല്ല, കുറച്ച് തേങ്ങ, പിന്നെ ചെറുനാരങ്ങ, പിന്നെ കൊത്തമീരി. ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചായിരുന്നു. ഉള്ളി നല്ലോണം ഇങ്ങനെ വഴറ്റണം. കണ്ടില്ല, ഇങ്ങനെ കൊളാന്ന് കിടക്കണം. ഓക്കെ, അപ്പത്തേക്കും ചോറ് റെഡി. വെള്ളം കൂടുതലായിപ്പോയോ? ഇല്ലെന്നുണ്ട്, നമുക്കൊന്ന് ആറാനിടാം. അപ്പം എല്ലാം സെറ്റാവും. അപ്പോൾ ഗൈസ്, റൈസ് ഈസ് റെഡി, ദ ഗ്രേവി ഈസ് ഗെറ്റിംഗ് റെഡി. കണ്ടോ, നല്ല മഴയുണ്ട്. ഇതാണ് മഴ, മഴയോ മഴ. അപ്പൊ ഞങ്ങളില് കൊറിയാണ്ടർ ലീഫ് ഇട്ടു, പിന്നെ വേറെന്താ തേങ്ങ ഇട്ടു. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പരിപാടി. നമ്മൾ പ്രീവിയസ് ചെയ്താൽ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ചെറുനാരങ്ങ. അപ്പോൾ ഞാൻ അത് കുറച്ച് ഓൾറെഡി ഇട്ടു. ഇനി ബാക്കിയുള്ളത് ഇപ്പം ഇടും. ഓ, എൻ്റെ ക്യാമറയിൽ പുക പിടിച്ചു. സോ ഗൈസ്, നമുക്ക് നമ്മുടെ പീക്കിരി കസിനെ എണിപ്പിക്കാം. ആൾ നല്ല കൂർക്കം വെച്ച് കിടന്നുറങ്ങുകയാണ്. പക്ഷെ എനിക്ക് അവളെ എണിപ്പിക്കാണ്ട് എനിക്ക് ഉറക്കം വരില്ല. പ്രേതം പോലെയാണ് ഗൈസ് അവളോട് മുടിയൊക്കെ ഒന്നിന് വിട്ടേക്കുന്നത്. കണ്ടോ, ബെഡിൽ ഗുസ്തിയാണ് കളിക്കുന്നത്. അമല്, എന്താണ് അമലു? ഗുഡ് മോർണിംഗ്
മോർണിംഗ് പറ. ഞാൻ ഗുഡ് മോർണിംഗ് പറ, ഞാൻ പോവും. വായിൽ പറ, മുഖം കാണിച്ചിട്ട് എനിക്ക് ഗുഡ് മോർണിംഗ് പറ. അങ്ങനെ പറയുന്നു. അമലു അമലു ഗുഡ് മോർണിംഗ്. ഊന്നല്ല, ഗുഡ് മോർണിംഗ് പറ. എന്താണ് ഓന്നോ? നമുക്ക് ഇനിയും ഗുഡ് മോർണിംഗ് ആയിട്ടില്ലേ? ഞാനിപ്പോ ആക്കി തരണോ? ഞാൻ ആക്കി തന്നിട്ടേ പോളൂ പോയാല്. ഗുഡ് മോർണിംഗ് അവല്. ഹായ്. ഇപ്പൊ ഒരു സമാധാനം. ഫ്രഷ് ആയി, മുഖമൊക്കെ കഴുകി. ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് ആണ്, പലതും ഉദ്ദേശിച്ചില്ല. പക്ഷെ ഇവന്തോ ഇങ്ങനെയൊക്കെ ചെയ്യും. യൂട്യൂബിൽ കാണുന്നോണ്ടാണോ നീ ഇങ്ങനെ മുഖം വീണ്ടും വീണ്ടും കഴുകുന്നത്? നിന്റെ മുഖം ഞാൻ യൂട്യൂബിൽ കുറെ നേരം നിർത്തിപ്പിക്കില്ല അമലു. ഇതാണ് ഞാൻ പറഞ്ഞത്, വാങ്ങിയിട്ട് ഇങ്ങനെ വീഴും. നമ്മളെ നാട്ടിൽ മഴ പെയ്താൽ ഇങ്ങനെ പെയ്യും. ഇന്ന് റെഡ് അലേർട്ട് അല്ല വാളിച്ച? ഇതൊരു ഇംഗ്ലീഷ്കാരനാണ്. Government declared today Wayanad and Kannur district red alert. Red alert. Okay. ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി സംഭവം കാണിച്ചുതരാം. മാങ്ങ എന്റെ മണ്ടയ്ക്ക് വീഴരുത്. ഇതുണ്ടോ, ഫുള്ള് മണ്ടയിൽ മാങ്ങയാണ്. ഇത് കണ്ടോ? ശംഖുപുഷ്പം. ശംഖുപുഷ്പം അല്ല പ്രീ, നീല കളർ ശംഖുപുഷ്പം. ഇത് ആക്ച്വലി എന്തൊക്കെയൊക്കെയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബില്. വെള്ളത്തിൽ കലക്കി നീല വെള്ളമായി കുടിക്കലോ നമ്മളെ വീട്ടിലുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. വൈറ്റും ഉണ്ടോ? കണ്ട് അതിന്റെ വൈറ്റ് ആണ് കൈസ്. ഇത് കണ്ടല്ലേ, ശംഖുപുഷ്പത്തിന്റെ വൈറ്റ് ഫ്ലവർ. ഇതില് വേറെ ലൈറ്റ് പിങ്ക് എന്തോ ഉണ്ടല്ലോ അല്ലേ? അതാണ് ഇനിയൊരു കളർ ഉള്ളത്. ചക്ക മരത്തിൽ കൊലച്ചു നിൽക്കുന്നു. എന്റെ ഡയലോഗ് കേട്ട് പ്രീതിയായിട്ട് ചിരിക്കുന്നതാണ്ടോ ഗൈസ്? എന്ത് പൊട്ടത്തിരിക്കാനോട് വിളിച്ചു പറയുന്നതെന്ന്. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. കണ്ടോ, ഇതും പഴുത്തിട്ടില്ല, പച്ചയാ. കുറച്ചിന്റെ മേലിന്ന് പോയി പഴുത്തിട്ട് പറിച്ച് തിന്നാൻ പറ്റും. അങ്ങനെ ഇതായിട്ടുണ്ട് മാങ്ങ. ചിത്രം എങ്ങനെയുണ്ടായിരുന്നു? ചിത്രലേഖ നല്ല ഉഷാറുണ്ട്. ചിത്രലേഖ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ? പപ്പ ചിത്രലേഖം ഇഷ്ടപ്പെട്ടോ? നല്ലുണ്ടോ? എന്തൊക്കെയുണ്ട്? കുറച്ച് ഇറച്ചി നോക്കിയാണെങ്കിൽ പപ്പയ്ക്ക് ഇഷ്ടമല്ല. നീ ഇറച്ചിട്ടോ? ഇറച്ചി ഇട്ടിട്ടില്ല. ഇറച്ചി നമ്മളിടില്ല, പച്ചമ്മ തിന്നൂലല്ലോ. പൈസക്ക് കൊള്ളല്ലോ. ചിത്രം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലെന്നോ? എന്താ വിളിച്ച് കാണിച്ചോല്ലാത്ത വർത്തമാനം പറയുന്നേ? ചിത്രല്ല ഇപ്പൊ തന്നില്ല ലെമൺ റൈസ്. സത്യത്തില് ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അതിൽ ഭക്ഷണം കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ്ഫുൾ ആയിരുന്നു. ഇത്രയും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അതിന്റെ പുളി രസം, അതുപോലെ തന്നെ അച്ചാർ കൂട്ടിയിട്ടുള്ള ഇത്, അതുപോലെ തന്നെ പിന്നെ അണ്ടിപ്പരിപ്പ്, അതൊക്കെ വളരെ നല്ല ഫീലായിരുന്നു. ഇനി ഇത്തരം നല്ല വെറൈറ്റി ഫുഡുകൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി വേണം. എപ്പോഴും ദോശ, പുട്ട്, ഇടിയപ്പം. അതുകൊണ്ട് തന്നെ നമ്മള് എന്തായാലും ആസ്വദിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, വയറ് നിറച്ച് കഴിച്ചു. താങ്ക് യു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഗൈസ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ എന്തിനെ കണ്ടു? സൂര്യനെ കണ്ടു. സൂര്യൻ എവിടെ? സൂര്യനെ കാണുന്നില്ല. സൂര്യൻ വീണ്ടും മുങ്ങിപ്പോയി. സൂര്യനോടെ പോയി. അപ്പൊ നമുക്കൊരു അച്ഛമ്മേന്റെ പാട്ട് കേട്ടാലോ? അച്ഛമ്മ പാട്ട് പാടും. 2 വരിയെ പാടുള്ളൂ. 2 വരി, 2 വരി, എത്ര വരിയെങ്കിലും പാടിക്കോ. അമ്പിളിക്കല തുമ്പ ചൂടിയ ശംഭുതൻ പ്രിയ പുത്രനായി സംഭവിച്ചൊരു കൊമ്പനീശ്വരൻ തമ്പിയാകിയ തമ്പുരാൻ അമ്പയും പളനി തരാലയ പാലയ സുഹൃപാലയ 7 സാഗരമൂഴിയാകിയ
വാണി തന്നെ പിറന്നകോ വമ്പഴും പളനി തരാലയ പാലയ സുഹൃപ്പാലയ അല്ല ഉണ്ടോ? അടിപൊളി. ഇത് എന്ത് പാട്ടാ? അത് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ പിന്നെ എന്താ പാടുക? അമ്പലത്തിൽ പോകുമ്പോഴോ? ആ 27 അമ്പലത്തിൽ പോയില്ല ഞാനേ. എവിടെ ഇത്? അങ്ങ് പോയി അങ്ങ് എറണാകുളം അങ്ങ് പോയി അമ്മേന്റെ കൂടെ പോയി അമ്മനെ കൊണ്ടുപോയി എന്നെ. യമുന. അങ്ങനെ പോയി. ഇപ്പൊ അവരൊക്കെ പോയിട്ട് വന്നു. അവർക്ക് 4000 ഉറുപ്പിക. അത് മാനന്തവാട് ചുണ്ടക്കുന്ന് അമ്പലം ബാക്കി അവര് പോയത്. ഞാൻ പോയിട്ട് ഇവിടെ കവറപ്പ് ഞാൻ പോയി അമ്പലത്തിലേക്ക് ഈ പാട്ട് പാടി. ഈ പാട്ട് പാടിയില്ല. ഞാൻ വേറെ എന്തൊക്കെ പാട്ട് എനിക്ക് അറിയാം. വേറൊരു പാട്ട് പോട്ടെ. ഞാൻ ഇവിടുന്ന് ഓരോരുത്തർക്ക് ഓരോരോ പാട്ട് എഴുതി കൊടുത്തത് ഓരോ കോളേജിൽ പോയിട്ട് ഈ ബ്രണ്ണൻ കോളേജിൽ പോയിട്ട് അവര് അവിടെ TTC പഠിക്കുമ്പോൾ ഒരു താരാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ ഒരു പാട്ട് എഴുതി കൊടുത്തു. എന്നിട്ട് അവിടുത്തെ സാറന്മാർ ചോദിച്ചു പോയി. അല്ല കുറച്ചറിയാം, കുറെയൊക്കെ മറന്നു. ഓമന തിങ്കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ നല്ല പാരിജാതത്തിൻ തളിരോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമി പാടും കുയിലോ ഓമന കുട്ടൻ ജനിച്ചോ പാരിലിങ്ങനെ വേഷം ധരിച്ചോ എന്നുണ്ണി കണ്ണേനുറങ്ങോ അമ്മ പാരാതു പാടിയുറക്കാം. എങ്ങനെയുണ്ട്? നിനക്ക് എന്തറിയാ എൻ്റെ പാട്ട് നീ കേൾക്കലോടി. പിന്നെ ഞാൻ എന്താക്കിനറിയോ? രാത്രി കുഞ്ഞമ്മേൻ്റെ അവിടുത്തെ കല്യാണത്തിന് പോയി നേണപ്പ കെട്ടുമ്പോ അവിടെ ചെന്ന് ഞാൻ പാട്ട് പാടി. അവിടെ കാരണം ഇങ്ങനെയല്ല മൈക്ക് അത് മൈക്കോ സെറ്റ് വെച്ചിട്ട് പാടില്ല. കല്യാണം അങ്ങനെയാണല്ലോ അന്ന് കഴിക്കുക. അപ്പൊ ഞാൻ അവിടെ എനിക്കൊരു പാട്ട് പാടി. എന്താ പാടിന്നറിയാം? പുലരാറായപ്പോൾ പൂങ്കോഴി കൂയപ്പോൾ പുതുമണവാളനൊന്നുറങ്ങിയപ്പോൾ കണ്ണൂറ് കണ്ണും നോക്കി മിഴിച്ചും കൊണ്ടിരിപ്പായി വെണ്ണിലെ പൂത്തിങ്കളും ഞാനും മാത്രം. പിറ്റന്നാൾ കാലത്തൻ്റെ മെത്തയിൽ പുരണ്ടൊരു ചെമ്പക മലർ മണം ചൊരിയും പൂക്കളാലെ. എങ്ങനെയുണ്ട്? അടിപൊളി. അച്ഛമ്മക്ക് പാട്ടറിയില്ലല്ലോ നിന്റെ വിചാരം? പാട്ടറിയാം, പക്ഷെ നമ്മളെ അച്ഛമ്മ പാടണ്ടേ? ഞാൻ പാടില്ല. അച്ഛമ്മ ഈ പാട്ടൊക്കെ താരാട്ട് പാട്ടൊക്കെ ബവളത്തിന്റെ ഓർക്കുമ്പോ പാടുന്നുണ്ടായിരുന്നു. ഞാൻ അമലൂനെ. അയ്യോ അത് പാടി തൊട്ടിലിട്ട് അവളോ ശരിക്കും നോക്ക് ഇത് നോക്ക് നോക്ക്. മര്യാദക്ക് തിന്ന് തീർക്ക്. ഇതേ തമ്പുരാൻ തന്നതാണ്. തിന്ന് തീർക്ക്. മെല്ലോടെ കൊണ്ടുവന്ന് നോക്ക്. അവള് തന്നെ നോക്കിക്കേ. പിന്നെയാണെങ്കിൽ ഇങ്ങനെ തിന്നണം. ആഹാ ഓഹോ ഇല്ല വേണം. എനിക്കിതൊക്കെ ഉള്ളൂ. പാവളത്തിന് ഇപ്പൊ നാണാവുന്നു. ടീച്ചർമാര് കാണുന്ന പറഞ്ഞപ്പോ ടീച്ചറിന്റെ തിന്നാൻ തുടങ്ങി. അതോടെ കഴിഞ്ഞു. അപ്പൊ പാവളച്ച മഴ എത്ര പെയ്താലും എന്റെ അച്ഛമ്മ മാത്രം അടിച്ചു വരും. എത്ര ഇല കൊയ്താലും എന്റെ അച്ഛമ്മ എന്താക്കും? അച്ഛമ്മ ഇല ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ട് തന്നെ ഇരിക്കും. അല്ല പെണ്ണുങ്ങള് നമുക്ക് പോണ്ടേ?
അച്ഛമ്മ ചക്ക വേണം അച്ഛമ്മ. ആ ഉണ്ണിപ്പ വരും. നീ എങ്ങനെ കൊണ്ടുപോകും ചക്ക? നിങ്ങളെ കാറില് ബസ്സില്. ആ ആ ആ ഞാൻ ഇന്ന് ബാഹുബലി ആയിട്ട് പോകാൻ പോകുന്നത്. പഴുത്തിനോ? ഫുള്ള് പച്ചയാ. ഓക്കെ, നമുക്ക് പഴുപ്പിക്കാം. കൊണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യം എങ്ങനെ കിട്ടും? ബിക്കോസ് ഇതുവരെ എൻ്റെ ഇളയച്ചൻ്റെ വീട്ടില് മാങ്ങയായിട്ട് എനിക്ക് ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് എനിക്ക് ഇത്രയും മാങ്ങകൾ തൊട്ടടുത്തുനിന്ന് തന്നെ ഇങ്ങനെ തൊടാൻ കിട്ടുന്നത്. ഇതുണ്ടല്ലോ, ഇവിടെയൊക്കെ ഫുള്ള് മാങ്ങയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ മാങ്ങയാണ്. കുറേ 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 മാങ്ങകളുണ്ട്. കെമിക്കൽ ഇല്ലാത്ത ശുദ്ധ പേരക്ക. ആയിന് പൊളിച്ച ആയിന് നോക്കട്ടെ. നല്ല ഇളം പേരക്ക. അപ്പൊ ഗൈസ്, അച്ഛമ്മക്ക് രാവിലെ എപ്പോഴും ഇതാണ് പണി. മുന്നിൽ ഫുള്ള് വീണ് കിടക്കും. അച്ഛമ്മ ഇങ്ങനെ എപ്പോഴും പെറുക്കും, വന്നിട്ട് കൊട്ടയിലാക്കി വെക്കും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് പെറുക്കിട്ട് പോകും. സോ ഗൈസ്, ഇതാണ് ആ മാങ്ങ. ഈ മാങ്ങ ഞാൻ തിന്നിട്ട് കാണിച്ചു. ഞാൻ ഓൾറെഡി തോലൊക്കെ പൊളിച്ചു കേട്ടോ. ഞാൻ തിന്ന് കാണിച്ചു തരാം. വെരി ടേസ്റ്റി. ഇതാണ് ഈ മാങ്ങേന്റെ പ്രത്യേകത. കഴിച്ചാൽ പല്ലിൽ മൊത്തം നാരായിരിക്കും. മൊത്തം നാരായിരിക്കും. പിന്നെ മാങ്ങ മൊത്തം നാര്. പക്ഷെ ഇതിലുള്ള ഒരു സ്വീറ്റ്നെസ് ഈ മാങ്ങയിൽ മാത്രമേ കിട്ടുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റാണ്. അയ്യോ, കൊണ്ടുപോകാൻ എങ്ങനെ ഇതാരുടെ ചക്കയാ? നീ പേരെ കൊണ്ടുപോകണ്ട. ഇതാരുടെ ചക്കയാ? നീ കൊണ്ടുപോയിക്കോ. ഈ ചക്ക ഞാൻ കൊണ്ടുപോവാ. കൊണ്ടോട്ടെ? പറയാണ്ട് കൊണ്ടുപോകാൻ തട്ടെടുത്ത അതിന്റെ ചെരുപ്പില്ല. ആരും കാണില്ല. ആരും കാണില്ല. പിന്നെ കാണാൻ